ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നത് നിക്കിമയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. ഞാൻ പ്രോപ്പറായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കസിൻസൊക്കെ എടുത്തുന്ന വീഡിയോസ് ഞാൻ ക്ലിപ്പ് ചെയ്തിട്ട് ഒരു ഫുൾ വീഡിയോ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഹോളിലാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഹോളിലെത്തിക്കഴിഞ്ഞ് ആൾ ഇപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം കോക്കോമലൻ്റെ തീമാണ് കേട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോക്കോമലൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അവരെ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ കണ്ടിട്ട് വണ്ടറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിലാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പം ഞാനും ചിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. കണ്ട് വണ്ടറടിച്ചിരിക്കുക. പിന്നെ ഗസ്റ്റൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും കുറച്ച് നിക്കിയുടെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അതിൻ്റെ പുറപ്പാടിലാണിത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നിക്കിത പോയി ഒന്ന് ഉറങ്ങി. കാരണം കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ബഹളമാവുമെന്ന് കരുതി. അപ്പം ഞാൻ വന്ന് കുറച്ച് രാഹുലിൻ്റെ അമ്മയാണിത്. അപ്പോൾ രാഹുലിൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ കൂടി കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഇത് അതിന് മുന്നേ ഉള്ള ഫോട്ടോസാണ് കേട്ടോ. നിക്കി ഉറങ്ങാൻ പോണതിന് മുന്നേ ഉള്ള ഫോട്ടോസാണ്. പിന്നെ ഇത് നിക്കിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഞങ്ങളുടെ എൻട്രിയാണിത്. അപ്പോൾ രണ്ട് സൈഡിൽ നിൽക്കുന്ന കുട്ടികളുടെ ചേച്ചിയുടെ മക്കളാണ്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രിയാണ് കേട്ടോ. ഭയങ്കര കരച്ച, അവൾ ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു ഇത്രയും ആൾക്കാരെയൊക്കെ കണ്ടിട്ട്. ഞാൻ പ്ലാൻ വെച്ചാൽ അടിപൊളിയായിരുന്നു ഫങ്ഷനൊക്കെ. പക്ഷെ ഞാൻ കുറച്ചും കൂടി ആങ്കറിങ്ങും അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതി. പക്ഷെ എന്നെ വിടുന്നേ ഉണ്ടായിരുന്നു. അത് അവൾക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ വിടുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ അടുത്ത് വേണം, പിന്നെ ഞാൻ എപ്പോഴും എടുക്കണ ആരുടെ കയ്യിലും പോവില്ല, അങ്ങനെയൊക്കെയുള്ളൊരു വെച്ചാൽ ആൾ ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എൻട്രിയാണ്. ഞങ്ങൾ സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ എന്താണ് ഞങ്ങളുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കോക്കോമലൻ തീമുള്ള ഒരു കേക്ക് തന്നെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേജ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്റ്റേജൊക്കെ നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേക്ക് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞങ്ങളെ സ്റ്റേജ് ഡെക്കോർ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം കേട്ടോ. പിന്നെ അതാണ് എൻ്റെ അച്ഛനമ്മ എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അപ്പോൾ ഞങ്ങൾ എൻ്റെ ഫാമിലിയും ഏട്ടൻ്റെ ഫാമിലിയും ഒക്കെ കൂടി സ്റ്റേജിൽ കയറിയിട്ട് ഞങ്ങൾ കേക്ക് കട്ടാൻ പോട്ടോ. നിക്കിക്ക് തീരെ താല്പര്യം, എന്ത് കുന്താന്നാണ് എനിക്ക് വിചാരിക്കണം കേട്ടോ. അവൾ എന്താ മറ്റേ ഇതില്ലേ എന്താണ് നൈഫൊക്കെ എടുത്ത് എറിയാണ്. ഈ ഫോട്ടോഗ്രാഫർ പറയുന്നതിനനുസരിച്ച് ചെയ്യാൻ വേണ്ട. അവർക്ക് നല്ല ഫോട്ടോസ് ഞങ്ങൾക്ക് തരണമെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കണമല്ലോ. അപ്പോൾ അത് കണ്ടോ നിക്കാകെ ബഹളം. ഉറങ്ങിയാൽ ശരിയാണെന്ന് വിചാരിച്ചിട്ട് അതിന് മുന്നേ കൊണ്ടുപോയിട്ട് ഫീഡ് ചെയ്തിട്ട് ഉറക്കിയത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഫുൾ കരച്ചിലായിരുന്നു. അവൾ തിരിഞ്ഞ് തല ബാക്കിലേക്ക് തിരിച്ച് വെക്കുകയായിരുന്നു. അങ്ങനെയാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. എല്ലാവരും ചിരിപ്പിക്കാനാണ് നോക്കേണ്ടത്. ഒന്നും നടന്നില്ല കേട്ടോ. കരച്ചിലോളം പിന്നെ ഏട്ടന്മാരെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു പറയുമ്പോൾ ഞാൻ മറന്നു കേട്ടോ. ടെൻഡർ കോക്കനട്ട് വേറെ എന്തോ ഒന്നും കൂടി ഉണ്ടായിരുന്നു ഫ്ലേവർ, ഞാൻ മറന്നുപോയി. ബട്ടർ സ്കോച്ച് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പോലും കിട്ടില്ല. കാരണം എനിക്ക് അതിനൊരു ടൈം ഉണ്ടായിരുന്നില്ല. നിക്കിനായതുകൊണ്ട് ഞാൻ വേഗം ഓടി കുറച്ച് കേക്ക് കട്ട് ചെയ്തിട്ട് അവൾക്ക് വീണ്ടും ഉറക്കം വരിക അറിഞ്ഞാണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓടി. അപ്പോൾ കേക്കൊന്നും കിട്ടിയില്ല. എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. അതുപോലെ നിക്കിയുടെ തന്നെ 28 അതായത് നെയിമിങ് സെറിമണി ഉണ്ടായിരുന്നല്ലോ, അതെൻ്റെ വീട്ടിൽ വെച്ചിട്ട് അന്ന് രാഹുലേണ്ണ കേക്ക് കിട്ടിയില്ല. പിന്നെ രാഹുലേണ്ണ ഇതേപോലെ ഓട്ടമായിരുന്നുകൊണ്ട് രാഹുലേണ്ണ കേക്ക് കഴിക്കാൻ പറ്റില്ല. ഈ ബർത്ത്ഡേക്ക് എനിക്കും കേക്ക് കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു കേക്ക് സ്റ്റുഡിയോ എന്നാണ് ഉണ്ടായിരുന്നത്. ഏതാണെന്ന് ഞാൻ മറന്നു കേട്ടതൊക്കെ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് എനിക്ക് താല്പര്യം. അവർ ഗിഫ്റ്റൊക്കെ തരിക കേട്ടോ. ഓരോരോ ഗിഫ്റ്റുകളൊക്കെ അമ്മയും അച്ഛനും പിന്നെ എന്താണ് ഏട്ടനും രാഹുലേൻ്റെ ഫാമിലിയിൽ നിന്നും എല്ലാവരും എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. ചേച്ചിയുടെ 2 മൂത്ത കുട്ടികൾക്കും അവർക്ക് കേക്ക് കഴിക്കാനുള്ള അപ്പൂസൊക്കെ നോക്കി കേക്കിലേക്കാണ് അവരുടെ കണ്ണ്. എന്നുവെച്ചാൽ കോഴിയുടെ കണ്ണ് കുറുക്കൻ്റെ കോഴിക്കൂട്ടിലാന്ന് പറയുന്ന ആൾക്ക്. അങ്ങനെ അവരെ എടുത്ത് കഴിക്കുന്നൊക്കെ ഇങ്ങനെ തൊട്ട് കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഇട്ട് കൊടുക്കാനൊക്കെ നോക്കിയിട്ടോ. എവിടെ എനിക്ക്
ഗിഫ്റ്റ്, അങ്ങനെ ഒരു എക്സ്പ്രഷനായിരുന്നു നിക്കിയുടെ മുഖത്ത്. അങ്ങനെ അവളുടെ ഉറക്കം വീണ്ടും കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു, ഒരു നോർമൽ ഒരു ഫ്രോക്ക് ഇടിപ്പിച്ച് കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞത് വീട്ടിലെത്തി റെസ്റ്റ് എടുക്കട്ടോ. അതെൻ്റെ അമ്മയാണ്. അമ്മ പിറ്റേ ദിവസം ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ബർത്ത്ഡേൻ്റെ പിറ്റേന്ന് ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അമ്മ അന്ന് അവരുടെ തിരിച്ച് പോയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങൾ എന്തായാലും നാളെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളോട് വന്നാൽ മതി പറയാം. പിന്നെ നിക്കിനെ കുറച്ച് നേരം കളിപ്പിച്ചു. പിന്നെ അവൾ വീട്ടിലെത്തിയപ്പോൾ അവൾ ഭയങ്കര റിലാക്സ് ആയിട്ടോ. ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുഡും അടിപൊളിയായിരുന്നു. പക്ഷേ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. ഈ വീഡിയോസ് എൻ്റെ കസിൻസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ലബ് ചെയ്തൊരു ഫുൾ വീഡിയോ ആക്കാമെന്ന് കരുതിയതാണ്. പിന്നെ ഇതിനേക്കാളും അടിപൊളിയാക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ എന്താ വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആങ്കറിങ്ങും, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പിന്നെ വന്ന ഗസ്റ്റൊക്കെ ഫാമിലീസും ഒക്കെ ആണെങ്കിലും കുറേ പേർക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അടിപൊളിയാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിക്കി അതിനൊന്നും സമ്മതിച്ചില്ല. എന്താ പറയുക, നിക്കിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയതുകൊണ്ട് അതിനൊന്നും അവൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഒന്നിനും ടൈം കിട്ടിയില്ല. എനിക്ക് വന്നവരോട്, അതായത് ഗസ്റ്റിനോട്, കസിൻസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരോട് എല്ലാവരോടും കൂടി സമാധാനമായിട്ട് സംസാരിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓട്ടം തന്നെയായിരുന്നു. പിന്നെ ഇവർക്ക് വയ്യായിക ഉണ്ടല്ലോ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഔട്ട്ഫിറ്റൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബായ്.